ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് എത്തുന്നത്. അതിന് മുൻപ് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ വളരെ സപ്പോർട്ട് വരുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു യാത്രയിൽ നിങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കാൻ കഴിയുന്നെങ്കിൽ അതും എനിക്കും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, പുതിയ ബാച്ച് അനൗൺസ്മെന്റ് എപ്പോഴും ഉണ്ടോ, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് എല്ലാം തുടർന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ പതിയെ അറിയിച്ചു കൊള്ളാം നിങ്ങളെ. അപ്പൊ എല്ലാവരും ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിരിക്കാൻ മക്കളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത എക്സാമിന് കയറി പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി നേടിയെടുക്കാൻ സാധിക്കും മക്കളെ. ഡിമോട്ടിവേറ്റഡ് ആവുന്ന യാതൊരു കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടണ്ട. ആദ്യം തന്നെ ഒരു തിരുത്തലുമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പ്രയോറിറ്റി സെക്ടറിലേക്ക് പ്രയോറിറ്റി സെക്ടർ സ്മോൾ ഫിനാൻസ് ബാങ്ക് 75%, 75% ആണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അത് 60% ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരുത്തി ഒന്ന് പഠിക്കണമെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ക്ലിയർ ആയല്ലോ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ വരുന്ന എക്സാംസിനെല്ലാം നിങ്ങൾ ഏതാണോ ഇതിൽ ചോദിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ആൻസർ കൊടുക്കുക മക്കളെ. ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനി ടു കൺസൈനർ. കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്ന പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. ഓപ്ഷൻസ് ഇൻവോയ്സ് ഉണ്ട്, പ്രൊഫോമ ഇൻവോയ്സ് ഉണ്ട്, സെയിൽ അക്കൗണ്ട്, അക്കൗണ്ട് സെയിൽ. ഇതിന്റെ അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് സെയിൽ അക്കൗണ്ടും അക്കൗണ്ട് സെയിലും മാത്രമായിരിക്കും. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് കൺസൈൻമെന്റ് എന്നൊന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് പോകാം. ശ്രദ്ധിച്ചിരിക്കാം. രണ്ട് വ്യക്തികളെ ചേർത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാവും. നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ ആകുമ്പോൾ പെട്ടെന്ന് പഠിക്കാനായിട്ടും സാധിക്കും. രണ്ട് പേരാണ്. ഈ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് എന്ന് കരുതുക. രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്നവരാണ് കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എന്ത് അക്കൗണ്ടാണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ ആണോ? കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ചെയ്ത കൺസൈൻമെന്റ് എന്ന റിയൽ അക്കൗണ്ട് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കും. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹത്തെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇദ്ദേഹത്തെ നമുക്ക് ബി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എയും ബിയും തമ്മിൽ ഒരു ബിസിനസ്, ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഒരു മാനുഫാക്ചർ ആണെന്ന് കരുതുക. ഇദ്ദേഹം ഒരു വലിയ ഗോഡൌണിന്റെ മുതലാളിയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള ഒരു വലിയ മുതലാളിയാണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ബോംബെയിലാണുള്ളത്, ഇവിടെ എങ്ങും ഇല്ല, അദ്ദേഹം ബോംബെയിലാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇദ്ദേഹം എന്തെങ്കിലും ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിന്റെയോ ടിവിയുടെയോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ആണെന്ന് കരുതുക. ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകളെല്ലാം വിറ്റഴിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം കേരളത്തിൽ ഉള്ള ഒരു ആളുമായിട്ട് എഗ്രിമെന്റ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ കേരളത്തിലുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് എല്ലാം വിറ്റുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് ഏറ്റെടുക്കും. അതാണ് ബി. അപ്പൊ എന്താണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്? ഇപ്പൊ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ എക്സാമ്പിൾ മക്കൾ ഒരു ഫ്രിഡ്ജ് ആണെന്നിരിക്കട്ടെ. എക്സാമ്പിൾ ഒരു ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രിഡ്ജ് കുറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം, അല്ലെ? അപ്പൊ ഇദ്ദേഹം ഫ്രിഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെല്ലാം കേരളത്തിൽ വന്ന് വിറ്റുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന എഗ്രിമെന്റ് ബി എന്ന് പറയുന്ന വ്യക്തി ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇവർ തമ്മിൽ ഏർപ്പെടുമ്പോൾ ഇദ്ദേഹമാണ് കൺസൈനർ എന്ന് പറയുന്നത്. കൺസൈനർ. ഇദ്ദേഹം ആരാണ്? കൺസൈനി. അപ്പൊ കൺസൈനർ ഉണ്ട്, കൺസൈനി ഉണ്ട്. കൺസൈൻമെന്റ് എഗ്രിമെന്റിൽ കൺസൈനർ, ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആളാണ് കൺസൈനർ, അത് സ്വീകരിക്കുന്ന ആളാണ് കൺസൈനി. ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന് കേരളത്തിലുള്ള ഔട്ട്ലെറ്റ് വഴി ഇദ്ദേഹം ഈ പ്രൊഡക്റ്റുകളെല്ലാം മാർക്കറ്റ് ചെയ്യാം എന്നുള്ള എഗ്രിമെന്റിലാണ് ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എല്ലാം നേരെ മക്കളെ ഫ്രിഡ്ജ് എല്ലാം കയറ്റിയിട്ട് ഒരു വാഹനം ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം പ്രൊഡക്റ്റ് എല്ലാം കയറ്റി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രൊഡക്റ്റ് എല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം ഈ സെയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹമാണ്. അപ്പൊ ഇവിടെ നിന്നാണ് സെയിൽസ് നടക്കുന്നത് പിന്നീട്. ഓക്കെ അല്ലെ? സെയിൽസ് നടത്തുന്നു. അപ്പൊ കൺസൈനി സെയിൽ നടത്തി കഴിയുമ്പോൾ അപ്പൊ ഇവിടെ ഇദ്ദേഹം പീരിയോഡിക്കലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ കാര്യം മനസ്സിലാക്കി. ഇവിടെ ഈ ഗുഡ്സ് എല്ലാം ഇവിടെ നിന്നും മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും കൺസൈനിയിലേക്ക് അയക്കുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇവിടെ നിന്ന് അയക്കുന്നതെന്നും അതിന്റെ വില വിവരങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം അടങ്ങുന്ന ഇൻവോയ്സുകൾ എല്ലാം അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ഇദ്ദേഹം തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? കൺസൈനിക്ക് കൊടുക്കണം. ഞാൻ ഇന്നതൊക്കെയാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് തയ്യാറാക്കണം. ആ എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ പെർഫോമ ഇൻവോയ്സ്. അപ്പൊ പെർഫോമ ഇൻവോയ്സ് വഴി ഇദ്ദേഹം ഇത് ആർക്ക് കൊടുക്കുന്നതാണ്? കൺസൈനിക്ക് കൊടുക്കുന്നതാണ്. കൺസൈനർ ടു കൺസൈനി പെർഫോമ ഇൻവോയ്സ്. ഓർമ്മയിരിക്കണേ എന്തൊക്കെ വസ്തുക്കളാണ് കൊടുക്കുന്നത് എന്നുള്ളത്.
ദെൻ ഇവിടെ സെയിൽ നടക്കുമ്പോൾ ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്ന വ്യക്തി എ എന്ന് പറയുന്ന വ്യക്തി കൊടുക്കണം, അല്ലെങ്കിൽ അറിയിച്ചിരിക്കണം. ഞാൻ ഇന്ന രീതിയിലാണ് സെയിൽ, ഇങ്ങനെ ഓരോ ദിവസത്തെയും എന്തിരിക്കണം, പീരിയോഡിക്കൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ്. എടാ മക്കളെ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആരാർ കൊടുക്കണം? കൺസൈനി ടു ദ കൺസൈനർ. കൺസൈനർ കൊടുക്കണം. അപ്പൊ പെർഫോമ ഇൻവോയ്സ് കൺസൈനിക്കും പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം ആര് കൺസൈനിക്കും. ആ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേര് എന്താണ് എന്നല്ലേ നമ്മുടെ ചോദ്യം? അതല്ല ചോദ്യം. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെന്റിന്റെ പേരെന്തറിയാമോ മക്കളെ? അക്കൗണ്ട് സെയിൽ. ഇതിനകത്ത് ഓപ്ഷന്റെ അകത്ത് ഡി ആണ് വന്നിരിക്കുന്നത്. അക്കൗണ്ട് സെയിൽ ആണ് കേട്ടോ. അതിന്റെ പേരാണ് അക്കൗണ്ട് സെയിൽ. അക്കൗണ്ട് സെയിൽ. അപ്പൊ ഇദ്ദേഹം അയക്കുന്ന പെർഫോമ ഇൻവോയ്സ്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം സെയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയും നല്ല രീതിയിൽ സെയിൽ നടത്താം. അപ്പൊ ഒരു പക്ഷെങ്കിൽ ഇദ്ദേഹം ഒരു ബൾക്കായിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ കടമായിട്ട് ക്രെഡിറ്റില് ചില ഗുഡ്സുകൾ കൊടുത്തുവിടാൻ സാധ്യതയുണ്ട്. ആര്? കൺസൈനി കടമായിട്ട് കുറച്ച് ഗുഡ്സ് കൊടുത്തുവിടാൻ സാധ്യതയുണ്ട്. പിന്നെ പൈസ കിട്ടും. പക്ഷെ ഒരു ബൾക്ക് പർച്ചേസ് ആണ് നടക്കുന്നത്. അത് ഒഴിവാക്കാനും പറ്റുന്നില്ല, കടത്തിനാണ് പോകുന്നതും. അപ്പൊ ഇത് ഒഴിവാക്കാനുള്ള സാഹചര്യം പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പക്ഷേ സെയിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ബാഡപ്റ്റുകൾ ആർക്ക് വരാൻ സാധ്യതയുണ്ട്? കൺസൈനിക്ക് ബാഡപ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ബാഡപ്റ്റ് കിട്ടാക്കടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അത് പിടികിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്തിരുന്ന മക്കളെ, അവിടെ ആ ബാഡപ്റ്റുകൾ വരുമ്പോ കൺസൈനർക്ക് തോന്നുക, എടാ മക്കളെ, അത് കൺസൈനി വളരെ കഷ്ടപ്പെട്ടിട്ട് സെയിൽ നടത്താൻ വേണ്ടിയല്ലേ അദ്ദേഹം ഈ ബാഡപ്റ്റ് എല്ലാം എടുത്തു വെച്ചത്, എന്തായാലും ഒരു കൺസെഷൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺസൈനിക്ക് ഒരു ചെറിയ അലവൻസ് അനുവദിച്ചു കൊടുക്കും. അതിന് നമ്മൾ പറയുന്ന പേരെന്നറിയാമോ? അതിന് പറയുന്ന ഒരു പേരുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷൻ ആണ് അതിന് കൊടുക്കുന്നത്. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽക്രഡർ കമ്മീഷൻ ആട്ടോ. ഡെൽക്രഡർ കമ്മീഷൻ. ഓക്കെ, ഡെൽക്രഡർ കമ്മീഷൻ. അപ്പൊ ബാഡപ്റ്റ് വഹിക്കുന്നതിന് കൺസൈനിക്ക് കൊടുക്കുന്നതാണ് ഡെൽക്രഡർ കമ്മീഷൻ. ഓർമ്മയിലിരിക്കണം, ഡെൽക്രഡർ കമ്മീഷൻ. ഇനി സെയിൽ കൂട്ടാനായിട്ട് ഇദ്ദേഹം എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ നോർമൽ നടക്കുന്ന സെയിലിനേക്കാൾ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇദ്ദേഹം മാക്സിമം സെയിൽസ് നടത്തും. അങ്ങനെ വരുമ്പോഴും ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൺസൈനിക്ക് നഷ്ടം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഒരു അലവൻസ് കൊടുക്കും. അതിനാണ് നമ്മൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? ഓവർ റൈഡിങ് കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ എന്തിനു വേണ്ടിയാണ്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, സെയിൽസ് കൂട്ടാൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓവർ റൈഡിങ് കമ്മീഷൻ. അപ്പൊ ബാഡപ്റ്റ് വഹിക്കാൻ വേണ്ടി ഡെൽക്രഡർ കമ്മീഷൻ ആണ് കൊടുക്കുന്നതെന്നും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. ക്ലിയർ ആണേ? അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, ഡെൽക്രഡർ കമ്മീഷൻ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ സെയിൽസിന്റെ വോളിയത്തിലാണ് കേട്ടോ മക്കളെ. ഇത് ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് കേട്ടോ, ടോട്ടൽ സെയിൽസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ഉണ്ടെങ്കിൽ കൺസൈൻമെന്റ് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഞാൻ ആ ചോദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ. ഇറ്റ് ഈസ് കോൾഡ് സെയിൽ അക്കൗണ്ട് ആണോ അക്കൗണ്ട് സെയിൽ ആണോ? അക്കൗണ്ട് സെയിൽ ആണ് അല്ലെ? അപ്പൊ പെർഫോമ ഇൻവോയ്സ് എന്താണെന്ന് മനസ്സിലായി. സെയിൽസ് അക്കൗണ്ട് എന്താണെന്ന് പറയാം. ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ബില്ല്. ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് വെക്കുന്ന ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഈ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. സെയിൽസ് നടക്കുമ്പോൾ, അത് ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും നടക്കുമ്പോഴാണ്. എടാ പർച്ചേസിന് സമയത്ത് ഡെബിറ്റ് നോട്ട്, അത് നമുക്ക് പിന്നെ പറയാമേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സെയിൽ നടക്കുമ്പോൾ എന്തായാലും ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻവോയ്സ് ദാറ്റ് മീൻസ് ഒരു ബില്ല് കൊടുക്കും. നിങ്ങളൊരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബില്ല് കിട്ടാറുണ്ട്. അതിനെയാണ് ഇൻവോയ്സ് എന്ന് നോർമലി പറയുന്നതെന്ന് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു കട നടത്തുകയാണ്, ഒരു ഷോപ്പിംഗ്. അപ്പൊ സെയിൽ നടത്തുമ്പോൾ എന്താണ് കൊടുക്കുന്നത്? ഇൻവോയ്സ് എന്ന് കാണും, കോപ്പി ഓഫ് ഇൻവോയ്സ് എന്ന് ഓപ്ഷനിൽ കാണും. ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. സെയിൽസ് നടക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, സെയിൽസ് നടക്കുകയാണ്, നിങ്ങളാണ് സെല്ല് ചെയ്യുന്നത് എന്തൊരു പ്രോഡക്റ്റ്. നിങ്ങളൊരു കടയുടെ ഉടമസ്ഥാണ്, നിങ്ങൾ എന്തോ ഒരു പ്രോഡക്റ്റ് സെല്ല്, ഒരു TV നിങ്ങൾ വിറ്റു. ദെൻ ഇൻവോയ്സ് എന്ത് ചെയ്യണം? അയാൾക്ക് കൊടുത്തു വിടണം. അതാ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അദ്ദേഹത്തിന് ബില്ല് കൊടുക്കണ്ടേ? ഇൻവോയ്സ് അദ്ദേഹത്തിന് കൊടുത്തു വിടണം. അപ്പം ഇൻവോയ്സ് അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാവുള്ളൂ? കോപ്പി ഓഫ് ഇൻവോയ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കോപ്പി ഓഫ് ഇൻവോയ്സ് ആണ് നിങ്ങൾ വെക്കുന്നത്. കോപ്പി ഓഫ് ഇൻവോയ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. കോപ്പി ഓഫ് ദ ഇൻവോയ്സ് ആണ്. ചോദ്യം വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം വന്നതിനകത്ത് ഓപ്ഷൻ്റെ അകത്ത് കോപ്പി ഓഫ് ഇൻവോയ്സ് എന്നും ഇൻവോയ്സ് എന്നും ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് വീണ്ടും പറയുന്നത്. ഓക്കെ ആണേ?
ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കടകളിൽ സാധാരണ 2 ബില്ല് സീൽ ചെയ്തിട്ട് ഒരു ബില്ല് നിങ്ങൾക്ക് തന്നു വിടുകയും ഒരെണ്ണം അവർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന കാണാം അല്ലെ, ശ്രദ്ധിച്ചവർക്ക് അറിയാം. ഓക്കെ, കോപ്പി ഓഫ് ഇൻവോയ്സ്. ഇനി പർച്ചേസ് നടത്തുമ്പോഴാണെങ്കിലോ, പർച്ചേസ് നടത്തുമ്പോൾ കോപ്പിയുടെ ആവശ്യമില്ല, കാരണം ഇൻവോയ്സ് ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. അപ്പൊ പർച്ചേസിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ, അത് നിങ്ങൾക്ക് പിന്നെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാം കൂടെ കൺഫ്യൂസിങ് ആക്കുന്നില്ല. അപ്പൊ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി വേഗം പറഞ്ഞു, കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെന്റ് ടു സെൻഡ് എന്നാണ്. കൺസൈൻമെന്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം ദ വൺ പേഴ്സൺ ടു അനദർ ഫോർ സെയിൽ ഓൺ കമ്മീഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ ഹു സെൻഡ് ദ ഗുഡ്സ്. മനസ്സിലായേ? ബോംബെയിലുള്ള വ്യക്തിക്ക് വേണ്ടി കൊച്ചിയിൽ, കേരളത്തിലുള്ള വ്യക്തി കച്ചവടം നടത്തും, ബി എന്ന് പറഞ്ഞ വ്യക്തി കച്ചവടം നടത്തും. ദാറ്റ് ഈസ് കൺസൈൻമെന്റ്. ദ പേഴ്സൺ ഹു അപ്പോയിന്റ്സ് ആൻഡ് സെൻഡ് ഗുഡ്സ് ടു ദ ഏജന്റ് ടു സെൽ ദ കമ്മീഷൻ ബേസ് ഈസ് കോൾഡ് ദ കൺസൈനർ. ആരാണോ അയക്കുന്നത്, ബോംബെയിൽ നിന്ന് അയച്ച വ്യക്തിയാണ് നമ്മൾ കൺസൈനർ എന്ന് പറയുന്നത്. കൺസൈനർ. ഓക്കെ അല്ലെ? പ്രിൻസിപ്പൽ എന്നറിയപ്പെടും അല്ലെ? ഓക്കെ, ഒരു പോയിന്റ് കൂടെ ഉണ്ട് മക്കളെ. ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ്. ആർക്ക് വേണ്ടിയാണോ അയച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ എന്ത് പറയും? കൺസൈനി എന്ന് പറയും അല്ലെ? കൺസൈനർ, കൺസൈനി എന്ന് പറയും. കൺസൈനർ. ഓക്കെ ആണേ? അത് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവോയ്സ് ഇസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഓർ ഗിവൺ ബൈ ദ സെല്ലർ ടു ദ ബയർ ഫോർ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് കൊടുക്കുന്നത്. ഇറ്റ് മീൻസ് അബൌട്ട് ദ പ്രൈസ് ഓഫ് കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ്. ഓക്കെ, ഈ ക്രെഡിറ്റ് പർച്ചേസ് ഇല്ലാതെ നിങ്ങൾക്ക് വരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നത് അതനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഈ ക്രെഡിറ്റ് പർച്ചേസിന് കൊടുക്കാൻ കാരണം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡോക്യുമെന്ററി എവിഡൻസ് വേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? അത് എങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഓക്കെ, ഇനി പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി. കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അറ്റ് ദ ഡെലിവറി ഗുഡ്സ് ടു ദ കൺസൈനി. പെർഫോമ ഇൻവോയ്സ് അറിയാലോ, എന്തൊക്കെ ഗുഡ്സ് ഇവിടെ നിന്ന് അയക്കുന്നു എന്നുള്ള രേഖകളാണ് അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിപ്പയർഡ് ആരെന്ന് കൺസൈനർ പ്രിപ്പയർ ചെയ്തിട്ട് കൺസൈനിക്ക് കൊടുക്കുന്നു. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ്, പാക്കിംഗ് എക്സെട്ര ഓഫ് ദ ഗുഡ്സ് ഡിസ്പാച്ച്ഡ്. അയക്കുന്ന ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. വേഗം പറഞ്ഞു പോകുന്നത് വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഓർത്ത് തന്നെ കേട്ടോ. സെയിൽ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് അക്കൗണ്ട് കണ്ടെയ്ൻസ് റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ് സെയിൽ. ക്യാഷ് ക്രെഡിറ്റ് സെയിൽസിന്റെ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നത് സെയിൽസ് അക്കൗണ്ട് വഴിയാണ്. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആര് പ്രിപ്പയർ ചെയ്യും? കൺസൈനി പ്രിപ്പയർ ചെയ്യും. ആർക്ക് കൊടുക്കും? കൺസൈനർക്ക് കൊടുക്കും. എന്തിനു വേണ്ടി? ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് സെയിൽസ്, എമൗണ്ട് ഓഫ് കമ്മീഷൻ, അഡ്വാൻസസ് റെമിറ്റഡ്, ബാലൻസ് എമൗണ്ട് ഡ്യൂ, സ്റ്റോക്ക് പൊസിഷൻ എക്സെട്ര ഇസ് കോൾഡ് അക്കൗണ്ട് സെയിൽ. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ് അക്കൗണ്ട് സെയിൽ. ക്ലിയർ ആയിട്ടുണ്ടേ? ഈ ബാഡപ്റ്റിനായി ഞാൻ പറയാൻ കാരണം ഇതൊരു ചോദ്യം വരാം. ബാഡപ്റ്റ് എന്തിനു വേണ്ടി കൊടുക്കും? ബാഡപ്റ്റ് വഹിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്നതാണ്. അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ ഗിവൺ ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി. ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കാൽക്കുലേറ്റ് ഓൺ ടോട്ടൽ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണേ? ഇനി അടുത്ത മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് ഓഫ് ജോയിനിങ് അടൽ പെൻഷൻ യോജന സ്കീം. ഈ സ്കീമുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. ഏജ് 18-40 വരെയാണോ, 18-50 ആണോ, 18-55, 18-60 വരെയാണോ അടൽ പെൻഷൻ യോജന സ്കീമിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം പ്രായപരിധി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ ആണ്. 18 to 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് അടൽ പെൻഷൻ യോജനയിൽ അംഗത്വം എടുക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. എന്താന്ന് വേഗം ഒന്ന് പറഞ്ഞു പോകാമേ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, PMJJBY, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഇൻഷുറൻസ് സ്കീമാണ്, ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് സ്കീമാണ്. സ്കീം ലോഞ്ച് ചെയ്ത് 9 മെയ് 2015 ഏജ് 18 to 50 ആണ്. ഇനി ഇതായിരിക്കാം ചോദിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ഓഗസ്റ്റ് 3 എക്സാമിന് ഇതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 18 to 50 ആയിരിക്കാം പ്രായപരിധി. ഓക്കെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുടെ കാര്യമാണ് കേട്ടോ. സ്കീം പ്രൊവൈഡ് ഇൻഷുറൻസ് കവർ അപ് ടു 2 lakh ഇൻ കേസ് ഓഫ് ഡെത്ത് ഡ്യൂ ടു എനി റീസൺ. അപ്പം ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. എന്താ മക്കളെ? ഡെത്ത്, അതായത് മരണം കാരണം എന്തായിരുന്നാലും, ആക്സിഡൻഷ്യൽ അല്ല, നോർമൽ ഉള്ള ഡെത്ത് ആണെങ്കിൽ നമുക്കൊരു സ്കീം വഴി എന്ത് കിട്ടും? ലൈഫ് ഇൻഷുറൻസ് കിട്ടും. 2 ലക്ഷം വരെയാണ്. ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 436 രൂപയാണ്. ഇതും ചോദ്യം വന്നിട്ടുണ്ട്, ഇനി വേണമെങ്കിലും വരാം. ഓക്കെ ആണേ? അപ്പം ജീവൻ ജ്യോതി ഭീമാ യോജനയിൽ 18 to 50 വയസ്സ് 436 ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ ആണേ? എടാ മക്കളെ, അടുത്തത് ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി PS സുരക്ഷാ ബീമാ യോജനയുടെ ഞാൻ പറയാം, അടൽ പെൻഷൻ യോജനയും പറയാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നോണം. അപ്പൊ ഇവിടെ വയസ്സ് 50 എന്ന് പറയാൻ കാരണമുണ്ട്. 40 എന്ന് പറയുന്ന വയസ്സിന്റെ അടുത്ത് ഞാൻ അത് കാരണം പറഞ്ഞു തരാം. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ജീവൻ ജ്യോതി ബീമ 18-50, ഈ 436 9 മെയ്, ഇത്ര 3 എണ്ണം പഠിച്ചു വെക്കണേ. 2 ലക്ഷം കിട്ടുന്നുണ്ട്.
അടുത്തത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയാണ്, PMSBY. അതെന്തിനാ വേണ്ടിയാണ്? ഇൻ കേസ് ഓഫ് ആക്സിഡൻഷ്യൽ ഡെത്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിസബിലിറ്റി. ഒരു വലിയ ഡിസബിലിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മരണം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് അല്ലെ. ലോഞ്ച് ചെയ്തിരിക്കുന്ന 9 മെയ് 2015. അറിയാം, ഏജ് ഗ്രൂപ്പ് പഠിക്കണം 18 to 70 ആണ്. 18 to 70 ആണ്. ഇവിടെ 18 to 50 ആണ് JJBY. ഇവിടെ എന്ന് പറഞ്ഞാൽ 18 to 70 വയസ്സ് വരെയാണ്. ഡെത്ത് 2 ലക്ഷം വരെ കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ടോട്ടൽ ആൻഡ് ഇറിക്കവറബിൾ ലോസ് ഓഫ് ബോത്ത് ഐസ് ഓർ ലോസ് ഓഫ് ബോത്ത് ഹാൻഡ്സ്, 2 കാലുകളോ 2 കൈകളോ 2 കണ്ണൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ 2 ലക്ഷം വരെ കിട്ടിയേക്കാം. ഡെത്ത് ആണെങ്കിലും 2 ലക്ഷം വരെ കിട്ടുന്ന ഒരു സ്കീമാണ്. താഴെ പറയുന്നു, ടോട്ടൽ ആൻഡ് ഇറിക്കവറബിൾ ലോസ് ഓഫ് സൈറ്റ് ഓഫ് 1 ഐ, ഒരു കണ്ണിന്റെ കാഴ്ച പോവുക, അല്ലെങ്കിൽ ലോസ് ഓഫ് യൂസ് ഓഫ് ദ ഹാൻഡ്സ് ഓർ ഫുഡ്, അതായത് ഒരു കൈയുടെ ശേഷി നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ 1 ലക്ഷം വരെയാണ് സ്കീം കൊടുക്കുന്നത്. അപ്പൊ 2 ലക്ഷം കിട്ടുന്ന 2 കൈയും 2 കണ്ണും ഒക്കെ പോകുമ്പോഴാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രായപരിധി 18-70 ആണെന്നുള്ള കാര്യം ഓർക്കണം. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് പറയുന്നു അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന നമ്മളോട് ചോദിച്ച ചോദ്യം അതല്ലേ അല്ലേ? അടൽ പെൻഷൻ യോജന പ്രൊവൈഡ് എ ഫിക്സഡ് മിനിമം പെൻഷൻ വർക്ക് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇന്ത്യയിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ, നോർമൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീമാണ്. നോർമൽ ഉള്ള ആൾക്കാർക്ക് അത്ര ഓർത്താൽ മതി, ഓർഡിനറി പീപ്പിൾ. ഇനി ലോഞ്ച് ചെയ്തിരിക്കുന്ന 1 ജൂൺ 2015 ഏജ് കാറ്റഗറി 18-40 ആണ്. 18-40. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 18 വയസ്സ് മുതൽ 40 വരെയുള്ളവർക്ക് അംഗത്വം എടുക്കാം. ഓക്കെ ആണേ. എടാ മക്കളെ, 20 വർഷം നമ്മൾ ഇതിൽ അംഗത്വം എടുത്ത് പ്രീമിയം അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. 20 വർഷം. അപ്പൊ 40 വയസ്സിലാണ് ഒരാൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ പെൻഷൻ കിട്ടുന്നത് എത്ര വയസ്സിലായിരിക്കും മക്കളെ? 60 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. അപ്പൊ പെൻഷൻ കിട്ടാൻ തുടങ്ങുന്നത് 60 വയസ്സ് മുതൽ ആയിരിക്കും. ക്ലിയർ ആണേ? 60ാമത്തെ വയസ്സ് മുതലാണ് പെൻഷൻ കിട്ടാൻ തുടങ്ങുന്നത്. അപ്പൊ 40-ന് ശേഷമുള്ളവർക്ക് പറ്റില്ല. അപ്പൊ 60 കഴിഞ്ഞു പോകില്ല, അത് ശരിയല്ല. അപ്പൊ 60 മുതൽ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമാണ്. 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് യോഗ്യതയുള്ളത്. ഗ്യാരണ്ടി മിനിമം മന്ത്ലി പെൻഷൻ 1000 to 5000 ഡിപ്പെൻഡിംഗ് ഓൺ ദ സബ്സ്ക്രൈബർ കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ടിംഗ് അറ്റ് ദ ഏജ് ഓഫ് 60. 60 വയസ്സ് മുതൽ കിട്ടും. 1000 മുതൽ 5000 വരെ രൂപയായിരിക്കും പെൻഷനായിട്ട് കിട്ടുന്നത്. അതെങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്ന ആ സ്കീമിനനുസരിച്ചിട്ടാണ്. ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിന് പോകണം കേട്ടോ. അടുത്തത് ഒന്ന് നോക്കിയാൽ മക്കളെ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയാണ്. ഫെബ്രുവരി 18, 2016 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് കവർ അഗൈൻസ്റ്റ് ക്രോപ്പ് ഫെയിലിയർ ആൻഡ് ഹെൽപ്പിംഗ് ഫാമേഴ്സ് ടു സ്റ്റെബിലൈസ് ദെയർ ഇൻകം. ഇത് കർഷകർക്ക് കൊടുക്കുന്നതാണ് അല്ലെ. ആ വിളകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർഷകർക്ക് ഒരു സഹായമായിട്ട് കൊടുക്കുന്നതാണ്. വൺ നേഷൻ വൺ സ്കീം എന്നുള്ള ഒരു തീമോട് കൂടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കുക, വെറുതെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ മക്കളെ. വേഗത്തിൽ പോട്ടെ. Cooperation in India as a plan held in position with both hands by the government since its roots refused to enter in the Indian soil was remark of. ഇത് ആരുടെ ഒരു കോട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്, പരിഗണിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, റൂറൽ ക്രെഡിറ്റ് റിവ്യൂ ഉണ്ട്, റൂറൽ ക്രെഡിറ്റ് സർവേ ഉണ്ട്, ഇനി കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഉണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951-54. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, സ്പീഡ് കൂടുതലാണെന്ന് കരുതണ്ട. വേഗം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കേട്ടോ. മനസ്സിലാകാതെ പോവുകയും ചെയ്യരുത്, നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ മക്കളെ. കണ്ടക്ട് സ്റ്റഡീസ് 76 ജില്ലകളിലായിട്ട് ഏകദേശം 600 വില്ലേജുകളിലായിട്ട് 1.5 ലക്ഷം ഫാമിലിയിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്നാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി തീർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത്രയേറെ ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. 54 റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ 3 വോളിയം ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ 3 വോളിയത്തെ നിങ്ങൾക്ക് GST എന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ജനറൽ, സർവേ ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട് 3 വോളിയംസ് ആയിട്ടാണ് റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. കോഓപ്പറേഷൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, കോഓപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. കേരളത്തിൽ ഇന്ത്യയിൽ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫെയിൽഡ് ആണ്, പക്ഷേ അത് സക്സീഡ് ആകപ്പെടും. ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് ആയേ തീരൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അല്ലേ. The committee's recommendation known as integrated scheme of rural development. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഇത് പലയിടത്തും നിങ്ങൾ പഠിക്കും, അപ്പൊ അത് കോട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം, ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. റെക്കമെൻഡേഷൻസ്: സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, അതായത്
ഒരു സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ എന്ന പോലെ തന്നെ സ്റ്റേറ്റിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം, സ്റ്റേറ്റും അംഗത്വം എടുക്കണം. അപ്പൊ ഗവൺമെന്റും ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഓരോ ഓണർഷിപ്പ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു അംഗത്വം എടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരും. എന്തില്? ഗവൺമെന്റ് സ്ഥാപനമാണല്ലോ, അല്ലെ ഗവൺമെന്റ് അതിലെ ഒരു അംഗമാണല്ലോ എന്നുള്ളൊരു വിശ്വാസം വരും. അതുകൊണ്ട് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് വേണമെന്ന് ഇവർ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി അല്ലെ. ഇനി ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്, പലതരത്തിലുള്ള ഫണ്ടുകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാം. റീ ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് മക്കളെ, റീ ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ക്രോപ്പ് ലോൺ. ഈ ക്രോപ്പ് ലോൺ പഠിച്ചു വെക്കാം, ഇതൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ലാർജ് സൈസ് സൊസൈറ്റീസ് രൂപീകരിക്കണം എന്ന് പറഞ്ഞതും ഇവർ തന്നെയാണ്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് സൊസൈറ്റീസ്. ഇനി വേരിയസ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, വേരിയസ് ഫണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിച്ചാലോ. വേരിയസ് ഫണ്ടുകൾ ഏതൊക്കെയാണ്? 3 തരത്തിലാണ് ഫണ്ടുകൾ നമ്മൾ അന്ന് റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കുറെ ഫണ്ടുകളുടെ കാര്യം പറഞ്ഞു. അതേതൊക്കെയാണെന്ന് നോക്കിക്കേ. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, നാഷണൽ വെയർഹൌസ് ഡെവലപ്മെന്റ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട് ഉണ്ട്, റെക്കമെൻഡേഷൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ്. ഇത് ഇത്രയും ഇവരുടെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഫണ്ടുകളാണ് ഇത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണേ? അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ. അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, സ്റ്റേറ്റ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്. നേരെ അതിന്റെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന ഫണ്ടുകളാണ് അല്ലെ. ഇനി മക്കളെ, ആർ ബി ഐയുടെ കീഴിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർ ബി ഐയുടെ കീഴിൽ വരുന്ന ഫണ്ടുകൾ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഈ ഫണ്ടുകൾ ആർ ബി ഐയുടെ കീഴിലായിരുന്നു. എന്നാൽ 1982 ജൂലൈ 12-നാണല്ലോ നമ്മുടെ നബാർഡ് വരുന്നത്. നബാർഡ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ ഫണ്ടുകളെ നബാർഡ് ഏറ്റെടുക്കുകയും പിന്നീട് ഇതിന്റെ പേരിനൊരു ചെറിയ മാറ്റം കൊണ്ടുവന്നു. അഗ്രികൾച്ചർ എന്നുള്ള പേര് അങ്ങോട്ട് മാറ്റിയതിനു ശേഷം അവിടെ എന്താക്കി? റൂറൽ ക്രെഡിറ്റ്, റൂറൽ എന്നുള്ള വാക്കും കയറ്റി. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഓക്കെ ആണേ. അപ്പം നബാർഡിന് കീഴിൽ വന്നപ്പോൾ നബാർഡിന്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് പഠിച്ചിട്ട് പോവാ. ഈ എക്സാമിന് ഒരു പക്ഷേ നബാർഡിന്റെ ഒരു ഫുൾ ഫോം ചോദിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ബി ശിവരാമൻ കമ്മിറ്റിയാണ് റിപ്പോർട്ട് വെച്ചത്. നമുക്കറിയാം 79 അപ്പോയിന്റ് ചെയ്ത് 81 റിപ്പോർട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചു. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അല്ലെ നബാർഡ്. ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. ക്രാഫിക്കാർഡിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അതും പലപ്പോഴും ചോദിക്കുന്നതാണ്. കമ്മിറ്റി എന്നൊക്കെ അത് ഒരു വലിയ ഫുൾ ഫോം ആണ്. നിങ്ങൾ അത് പലപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രാഫിക്കാർഡിന്റെ ഫുൾ ഫോം പഠിച്ചു തന്നെ പോകണം കേട്ടോ. ക്രാഫിക്കാർഡ് മക്കളെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ക്രാഫിക്കാർഡിന്റെ ഫുൾ ഫോം. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. 2 ഓഫ് വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളെ അടുത്തത് ലോൺസ് ആർ ഗിവൺ ഇൻ. ലോൺസ് എങ്ങനെയൊക്കെയാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ക്രോപ്പ് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ക്രോപ്പ് ലോൺ എങ്ങനെയാണ് ഈ ക്രോപ്പ് ലോൺ കൊടുക്കുന്നത്? ക്യാഷ് കമ്പോണന്റ് ആയിട്ട് കമ്പോണന്റ് എ കമ്പോണന്റ് ഏതാണെന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത് ക്യാഷ് കമ്പോണന്റ് ഉത്തരം കൊടുക്കണം. ബി കമ്പോണന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൈൻഡ് കമ്പോണന്റ് ആണ്. അപ്പൊ എ കമ്പോണന്റ് പഠിച്ചു, ബി പഠിക്കണം. കൈൻഡ് കമ്പോണന്റ് ആണ്. ഇനി സി കമ്പോണന്റ് ചോദിക്കാം. അഡീഷണൽ ക്യാഷ് കമ്പോണന്റ് ആണ് സി കമ്പോണന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പൊ ക്യാഷ് കമ്പോണന്റ് മൈറ്റ് നോട്ട് എക്സീഡ് 1/3 ഓഫ് ഗ്രോസ് പ്രൊഡ്യൂസ്. അത് അത്ര വണ്ട ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഈ 3 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ബി കൈൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ഫെർട്ടിലൈസർ, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് ബി കമ്പോണന്റ് എന്ന് അറിയപ്പെടുന്നത്. സി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് 50% ഓഫ് ദ വാല്യൂ ഓഫ് കൈൻഡ് കമ്പോണന്റ്. കൈൻഡ് കമ്പോണന്റ് 50% വാല്യൂ ആണ് കേട്ടോ. എടാ മക്കളെ ഇത് പ്രധാനപ്പെട്ടതാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, പാക്സ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി. എടാ ലിങ്ക് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ക്രെഡിറ്റ് മാർക്കറ്റിംഗിലൂടെ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്കറിയാം ഒരു ലോൺ കൊടുക്കുമ്പോൾ ഒരു കർഷകൻ ഏതെങ്കിലും വസ്തു പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു നാണ്യവില അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലോൺ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിളവെടുപ്പ് സമയത്ത് അപ്പൊ ക്രെഡിറ്റ് കൊടുത്തല്ലോ, ക്രെഡിറ്റ് സൊസൈറ്റി ക്രെഡിറ്റ് കൊടുത്തു. അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്തത് വിൽക്കുന്നത് തൊട്ടടുത്തുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി വഴിയായിരിക്കണം. അപ്പൊ ഈ ക്രെഡിറ്റ് സൊസൈറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി തമ്മിലുള്ള ലിങ്കിങ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഇപ്പൊ ലോൺ കൊടുത്തേക്കാം. 1 ലക്ഷം രൂപ ലോൺ കൊടുത്താന്ന് വെച്ചു. ഇപ്പം ഒരു വ്യക്തിക്ക് എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 1 ലക്ഷം രൂപ ലോൺ കൊടുത്തു. അപ്പൊ എ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ വസ്തു വിൽക്കാനായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് വരുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റിയിലാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന തുക, ആ തുകയിൽ നിന്നും ലോണിന് ഇൻസ്റ്റാൾമെന്റ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള തുകയായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? എ എന്ന് പറഞ്ഞ വ്യക്തി കൊടുക്കുന്നത്. അപ്പം നോർമലി ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ലാഭമാണ്. എന്ത് ചെയ്യും?
ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ അവരിലേക്ക് എത്തും. മാർക്കറ്റിംഗ് സൊസൈറ്റി വഴി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഓട്ടോമാറ്റിക്കലി പൈസ എത്തും. അതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ക്രെഡിറ്റ് മാർക്കറ്റിംഗ് ലിങ്ക് ചെയ്യുക. ഇതാര് പറഞ്ഞ? സർവേ കമ്മിറ്റി അല്ലേ? ഓക്കെ മക്കളെ, അടുത്തൊരു ചോദ്യം കൊണ്ട് നോക്കിയേ. ഗവൺമെന്റ് മേ പർച്ചേസ് ഷെയർസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഡാഷ് ഓൺലി. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ വിത്ത് ലൈബിലിറ്റി, ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ലിമിറ്റഡ് അപ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ഷെയർ, ലിമിറ്റഡ് അപ് ടു എഗ്രീഡ് എമൗണ്ട്, നൺ ഓഫ് ദിസ്. ഇതിനകത്ത് ഉത്തരം വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന സെക്രട്ടറി എക്സാമിന്റെ ആണ്. അതുകൊണ്ട് ഇത് തന്നെ പഠിച്ചിട്ട് പോവാ. ഇതിനകത്ത് ഒരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലോയ്ക്കകത്ത് ചെറിയൊരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾ ഇതൊരു പ്രീവിയസ് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ ഉത്തരം ഒന്ന് പഠിച്ചിട്ട് പോയിക്കൊള്ളുക. അതായിരിക്കും നല്ലത്. എന്താണ് സബ്സ്ക്രൈബ്ഡ് ഷെയർസ് ആൻഡ് എന്താണ് ഇഷ്യൂഡ് ഷെയർ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വരൂപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ടോട്ടൽ ഷെയർ എന്ന് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ഷെയർ. ടോട്ടൽ ഷെയർസ് അല്ലെങ്കിൽ അസ്യൂം ചെയ്യാൻ നിങ്ങൾ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്ന ടോട്ടൽ ഷെയർ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇഷ്യൂഡ് ഷെയർസ് ഉണ്ട്, ഓതറൈസ്ഡ് ഷെയർസ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, പെയ്ഡ് അപ്പ് ഉണ്ട്. ശരി, ഇത്ര മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ടോട്ടൽ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഒരു 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപയുടെ ഷെയർ നിങ്ങൾ ഇഷ്യൂ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ 9 ലക്ഷം രൂപയുടെ ഷെയർ ആയിരിക്കാം പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. 9 ലക്ഷം രൂപയുടെ ഷെയർ ആർക്കും വാങ്ങാം എന്നുള്ള നിലയിലേക്കാം കൊടുക്കുന്നത്. അതിനാണ് ഇഷ്യൂഡ് ഷെയർ എന്ന് പറയുന്നത്. സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ 9 ലക്ഷം പബ്ലിക്കിന് കൊടുത്തു. പബ്ലിക് 9 ലക്ഷവും പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പബ്ലിക് ഒരു പക്ഷെങ്കിൽ 8 ലക്ഷം രൂപയുടെ ആയിരിക്കാം പർച്ചേസ് ചെയ്യുന്നത്. 8 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കാം. അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്തതിനാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർ അപ്പൊ 8 ലക്ഷം രൂപയുടെ ഷെയർ പബ്ലിക് വാങ്ങി. 8 ലക്ഷം രൂപയുടെ പൈസ അപ്പോ കിട്ടുമോ? ഇല്ല. കുറച്ച് കടം പറഞ്ഞിട്ടായിരിക്കും ഷെയറുകൾ വാങ്ങുന്ന ആൾക്കാർ. അപ്പോ പേയ്മെന്റ് കിട്ടി. എത്രയാണോ പേയ്മെന്റ് കിട്ടിയത്, പേയ്മെന്റ് കയ്യിൽ കിട്ടിയ എമൗണ്ടിനെയാണ് പെയ്ഡ് ഷെയർ. അതൊരു പക്ഷേ 5 ലക്ഷം കാണുള്ളൂ. 5 ലക്ഷം കാണാൻ സാധ്യതയുള്ളൂ. എടാ മക്കളെ, ബാക്കി 2 ലക്ഷം കിട്ടിയിട്ടില്ല. അത് ഒരു അരിയർ ആയിട്ട് അത് കിടക്കാണ്. 2 ലക്ഷം കിട്ടിയിട്ടില്ല നമുക്ക്. അത് അരിയറ. ഇത് വൈൻഡപ്പിന്റെ സമയത്ത് വാങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വൈൻഡപ്പിന്റെ സമയത്ത് വാങ്ങാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് വേണം കണക്കാക്കാം. അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ടേ. അപ്പൊ ഓർത്ത് വെക്കുക. അപ്പം റിസർവ് ആയിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പൊ പേയ്മെന്റ് വന്നതാണ് പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഒരു ചോദ്യം, ഇവിടെ ഒരാൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്തു. ഉദാഹരണം, നിങ്ങൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്തു, 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. അതിനെ എന്തെന്ന് പറയും? സബ്സ്ക്രൈബ്ഡ് ഷെയർ. ശരിയല്ലേ? നിങ്ങൾ 100 രൂപ ഷെയർ വാങ്ങി, അതിനെ നിങ്ങൾ 100 രൂപ കൊടുത്തൊരു ഷെയർ വാങ്ങി, അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ഷെയർ എന്ന് പറയും. സബ്സ്ക്രൈബ്ഡ് എന്ന് പറയും. നിങ്ങൾ അതിലൊരു 90 രൂപയാണ് പേയ്മെന്റ് നടത്തിയത്, അതിനെ നിങ്ങൾ പെയ്ഡ് അപ്പ് ഷെയർ എന്ന് പറയും. പെയ്ഡ് അപ്പ്. ഈ കമ്പനി നഷ്ടത്തിൽ വന്നാൽ, ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി അല്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റി നഷ്ടം വന്ന് പൂട്ടി പോവുകയാണെങ്കിൽ 90 രൂപ നിങ്ങളുടെ ഇത് പോയി. ഇനി 10 രൂപ കൊടുക്കാനുണ്ട്. ആ 10 നിങ്ങൾ കൊടുക്കേണ്ടി വരുമോ? ഇതിനകത്ത് ഏതായിരിക്കും ലിമിറ്റഡ്? ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടിന് അത്രയും നിങ്ങളുടെ ബാധ്യത വരികയുള്ളൂ. ബാക്കി ഒരു എമൗണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 100 രൂപ ഷെയർ വാങ്ങി, കമ്പനി ഇപ്പോൾ 1 കോടി രൂപ അല്ലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1 കോടി രൂപ നഷ്ടത്തിലാണ് പൂട്ടിപ്പോകുന്നത്. ആ 1 കോടി രൂപയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങളുടെ ലൈബിലിറ്റി വരുന്നുണ്ട് എന്ന് ആശ്രയിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയും ഉത്തരവാദിത്തം എനിക്കുള്ളൂ. 90 കൊടുത്തിട്ടുള്ളൂ, അത്രയും ഉത്തരവാദിത്തം എനിക്കുള്ളൂ. അല്ലെ 100 രൂപയുടെ ഉത്തരവാദിത്തം എനിക്കുള്ളൂ. ബാക്കി 1 രൂപ പോലും ഞാൻ തരില്ല. സൊസൈറ്റി 1 കോടി രൂപ നഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്റെ വസ്തുക്കളൊന്നും ഞാൻ തരില്ല. അതിനാണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതിനാണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺലിമിറ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി രൂപ നഷ്ടത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൂട്ടി പോകുന്നതെങ്കിൽ ആ 1 കോടി രൂപയുടെ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതിനെയാണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റഡ് ലൈബിലിറ്റി സൊസൈറ്റി ആണെങ്കിൽ, അപ്പൊ ലിമിറ്റഡ് ലൈബിലിറ്റി സൊസൈറ്റി ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ 100 രൂപ ഷെയർ വാങ്ങിയിട്ടുണ്ട്, 90 രൂപ കൊടുത്തു, 10 രൂപ കൊടുക്കണം. ഇവിടുത്തെ ചോദ്യം, നിങ്ങൾ കൊടുത്ത എമൗണ്ടിന്റെ അത്രയും ബാധ്യത നിങ്ങൾക്കുള്ളോ? ഇനി ആ 10 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതോ സബ്സ്ക്രൈബ്ഡ് ഷെയർ 100 രൂപ ഏറ്റെടുത്താണ്, 90 കൊടുത്തു, കമ്പനി പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ 10 രൂപ കൊടുക്കാതിരിക്കില്ല, ആ 10 കൂടെ കൊടുക്കണം. സബ്സ്ക്രൈബ്ഡിന്റെ അത്രത്തോളം എനിക്ക് ഷെയർ ബാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്, പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ഷെയർ വരെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
100 രൂപയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ 10 രൂപ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതാണ് സബ്സ്ക്രൈബഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലോയുടെ ഡെഫിനിഷനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഗവൺമെന്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതും കൂടെ കൊടുക്കണം. അപ്പൊ സബ്സ്ക്രൈബ്ഡ് ഷെയറിന്റെ അത്ര ആയിരിക്കും. ലയബിലിറ്റി ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ഷെയർ ആണ്. എന്നാൽ ഗവൺമെന്റിന്റെ കാര്യത്തിൽ പെയ്ഡപ്പ് എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉത്തരം തന്നിരിക്കുന്ന ഗവൺമെന്റ് കാര്യമാണ് കേട്ടോ. ഗവൺമെന്റ് മേ പർച്ചേസ് ഷെയർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബാധ്യത ഉണ്ട്? ഗവൺമെന്റ് ഒരു വ്യക്തിയെ പോലെ തന്നെയാണ്. വ്യക്തിക്ക് കിട്ടുന്ന അതേ ഇൻട്രസ്റ്റ് കിട്ടാൻ യോഗ്യതയുള്ളൂ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ അവസാനം പെയ്ഡപ്പ് എന്ന് പറയുന്നുണ്ട് ഒരു വാക്ക്. പക്ഷെ ഉത്തരം വന്നിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഈ ഉത്തരം അങ്ങ് പഠിച്ചിട്ട് പോയി. ഇപ്രാവശ്യം വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷൻസ് പറയാം. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്നും ഗവൺമെന്റ് നേരിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടല്ലാതെ ഗവൺമെന്റ് സൊസൈറ്റിയിൽ നിന്ന് ഷെയർ വാങ്ങും. ഇപ്പൊ ഒരു ജില്ലാ ബാങ്കിൽ നിന്ന് ഷെയർ വാങ്ങാൻ ഗവൺമെന്റ് കേരള ബാങ്കിൽ അല്ലെ കേരള അപ്പെക്സ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ട് അപ്പെക്സ് ബാങ്കിന് പൈസ കൊടുത്ത് അപ്പെക്സ് ബാങ്ക് താഴെയുള്ള ബാങ്കിൽ നിന്നും ഷെയർ വാങ്ങിയിട്ട് ഗവൺമെന്റ് കൊടുക്കും. അതിനാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 43. അപ്പൊ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44 പറയുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വഴിയുണ്ട്. 45 പറയുന്ന സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് വഴിയും ഗവൺമെന്റ് ഷെയർ വാങ്ങാറുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ബാങ്ക് അപ്പെക്സ് ബാങ്കുകളാണ് സൂക്ഷിക്കുന്നത്. ഇത് മിഡിൽ ലെവലിൽ വരുന്നതാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന. ഇനി അടുത്തത് 46. അങ്ങനെ ഷെയർ വാങ്ങണമെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. അപ്പെക്സ് സൊസൈറ്റിക്ക് ഒരു ഫണ്ട് കൊടുത്തു. അതിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഷെയർ വാങ്ങുന്നത്. അപ്പൊ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സൊസൈറ്റി മറ്റൊരു സൊസൈറ്റി ഫണ്ട് ഷെയർ വാങ്ങുമ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ വേണം. അതിനെയാണ് അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. 46 സെക്ഷൻ. 47 ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഓർ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർസ്. ഇങ്ങനെയുള്ള ഷെയറുകളിൽ ലയബിലിറ്റി എങ്ങനെ ആയിരിക്കും? ഇതിനകത്ത് നിയമത്തിൽ പെയ്ഡപ്പ് എന്നൊരു വാചകം പറഞ്ഞു വെക്കുന്നുണ്ട് 47. പക്ഷെ ഉത്തരം വന്നിരുന്ന സബ്സ്ക്രൈബർ എന്നാണ്. നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചിട്ട് പോവുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് വേഗം എന്ന് പറഞ്ഞു പോയത്. കൂടുതൽ പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ടാണ്. വരുന്ന ദിവസങ്ങളിൽ അധികം ക്ലാസ്സുകളുമായി നിങ്ങളിലേക്ക് എത്താം. അതുവരെ നന്നായിട്ട് പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജെയ്സ് സൈനിങ് ഓഫ്. God bless you all and thank you.